ഇപ്പൊ ഈ ആമസോണിൽ നമുക്ക് നെഗറ്റീവായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ റിവ്യൂ നമുക്ക് റിമൂവ് ആക്കാനായിട്ട് പറ്റും. പലരും വിചാരിച്ചിരിക്കുന്നത് നമുക്ക് നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ പണിപാടി ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ആമസോണിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് ഒരാൾ നെഗറ്റീവ് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലായിട്ട് തന്നെ ആമസോണിനെ കൊണ്ട് തന്നെ ആ റിവ്യൂ നമുക്ക് റിമൂവ് ആക്കാനായിട്ട് പറ്റും. ഒരു 2 വഴികളുണ്ട്. പിന്നെ നമുക്ക് നമുക്ക് റിമൂവ് ആക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നമ്മളെ പ്രൊഡക്റ്റായിട്ട് യാതൊരു ബന്ധമില്ലാത്ത റിവ്യൂകൾ ചിലരുണ്ട്, മനസ്സിലാകാത്ത ഭാഷയിലൊക്കെ, അങ്ങനത്തെ നമുക്ക് ഇടാം. അതുപോലെ തന്നെ നമ്മളെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റിവ്യൂസ്, അങ്ങനത്തെ റിവ്യൂ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചിലർ ഒരു ഓവർ പ്രൈസ് ആണ്, പിന്നെ അവിടെ ഫ്ലിപ്കാർട്ടിൽ അതിന് കുറവ് കിട്ടും, വേറെ എവിടെയും കുറവ് കിട്ടുന്ന ചില റിവ്യൂ ഇടും, അങ്ങനത്തെ റിവ്യൂസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആമസോണിന്റെ പോളിസി പേജിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ അണ്ടറിൽ വരുന്ന റിവ്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആമസോണിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ആമസോണിൽ സപ്പോർട്ട് ടീമിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഈ നെഗറ്റീവ് റിവ്യൂസ് നമ്മളെ ഈ പ്രൊഡക്റ്റിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സെന്ററിൽ വരുമ്പോഴേ ഇവിടെ ഈ ബ്രാൻഡ്സിന്റെ അവിടെ വന്നിട്ട് കസ്റ്റമർ റിവ്യൂസ് എന്നുള്ള ഭാഗമുണ്ട്, ഇവിടെയാണ് വരിക. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് വേണ്ട ഓരോ പ്രൊഡക്ട്സിനും നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. സ്റ്റാർ റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്കിപ്പോ ഈ ഒരു റിവ്യൂ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ റിവ്യൂ ഡീറ്റെയിൽസിനോട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമസോൺ അത് എന്തെങ്കിലും, അതായത് നമ്മളെ ഈ പറഞ്ഞ പോലെ ഈ പോളിസിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും സംഭവമാണോ നോക്കിയിട്ട് ആമസോൺ എന്ത് ചെയ്യും, അത് റിമൂവ് ചെയ്ത് കളയും. പിന്നെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സാധാരണ പോലെ തന്നെ ഇവിടെ ഒന്ന് സപ്പോർട്ട് കേസിൽ, അതായത് പുതിയൊരു ടിക്കറ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട ഓർഡർ ID അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആമസോൺ അത് റിവ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഒരു കേസ്, അതായത് ആ ഒരു നെഗറ്റീവായിട്ടുള്ള റിവ്യൂ റിമൂവ് ആക്കേണ്ടതാണ് റിമൂവ് ആക്കും.